അല്ല മാനോ എവിടെ ചങ്ങായിട്ട് എത്ര നേരം 4 മണി കഴിഞ്ഞോ ഈ കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കണോ? ആടാ ഞമ്മൾ പണ്ടിരുന്ന് ഇനിയോടത്ത് വന്നിരിക്കണം എന്ന് അഞ്ഞോട് പറഞ്ഞിക്കണോ? നമ്മളിപ്പോ അവിടെ തന്നെ ഇരിക്കണേ. ആളെ കാണുന്ന കൊറേ നമ്മൾ അങ്ങോട്ട് നോക്കും, കൊറേ ഇങ്ങോട്ട് നോക്കും. വേറെ ഞാൻ ആ തിയേറ്ററിനെ കൂടെ ചാടി. പണ്ടത്തെ ചാട്ടം അത് മറക്കാൻ പറ്റുമോ? എന്താ കീസിലൊക്കെ അതൊക്കെ പറയാം. എന്നാ നിങ്ങളെ ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ നിങ്ങളൊപ്പം കാണണം വരണം കൊറേ അവിടെ നിരച്ചല്ലോ സുഖല്ലേ? ഞാനേ പെണ്ണിന്റെ കല്യാണം കല്യാണക്കായോ? ഇത്ര വലിയ കുട്ടിക്ക് ആയോ? ഈടോ ഇവിടെ മൊത്തം മാറിയില്ലേ? പിന്നെ മാറാക്കോ? നമുക്ക് ഇവിടെ റോഡ് നമ്മൾ കുറുക്കൊയ്യല്ലേ പണ്ടൊക്കെ വന്നില്ലേ? അല്ലാണ്ട് ഇതിപ്പോഴാ ചെട്ടിയെടുത്ത അത് ആസേട്ടൻ എടുത്തില്ലേ? ആ ശരിയോ? നല്ല വൈബോട്ടോ. നിങ്ങൾ ഇവിടെ വരലുണ്ടപ്പോ? ഞങ്ങൾ ഇവിടെ വന്നിരിക്കും, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് അത് കുറച്ചൊക്കെ എല്ലാക്കൂലല്ലോ. കല്യാണം ആദ്യം നിങ്ങൾ രണ്ടോളം പോയി പറയണം. അപ്പൊ ആദ്യം നിങ്ങളോടെ പോണ്ടി കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ എന്റെ അനിയനോട് പറയണോ കല്യാണം? ഓനൊന്നും തന്നെ ചോദിച്ചു ഷബീറിന്റെ അർത്ഥം എന്താ, ഷബീറിന്റെ അർത്ഥം എന്താ? അപ്പൊ നിങ്ങൾ മുണ്ടിയോ? നിങ്ങളുണ്ടല്ലോ കീരും പാമ്പല്ലേനോ എന്ന് നിങ്ങൾ തമ്മിൽ ഞാൻ പോണ സമയത്ത് നിങ്ങൾ ഭയങ്കര തെറ്റില്ല. അത് പണ്ടല്ലേ, അത് കരുതിയാണ്ട് അങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്ക. ഓന്റെ അനിയനല്ലടാ. അല്ലടാ ഏട്ടന്റെ കല്യാണം പറഞ്ഞോ? കാര്യം ഉണ്ടരുത്. ഞാൻ നമ്മളന്ന് ആ തെറ്റിങ്ങളെ ചീത്ത പന്ത്രണ്ട് ഇറങ്ങിയതാ. ഞാൻ സത്യം പറയും നാട്ടിൽ തന്നെ വരാത്ത എന്താ? ഞാൻ ആ കാര്യം എന്തിന്റെ കേടങ്ങൾക്ക്? എടാ അതൊക്കെ മോശാട്ടോ. മോശം അന്റെ ചോരല്ലേ? ഞാൻ പോയിട്ടില്ല, ഞാൻ പോവില്ല, ഞാൻ കല്യാണം പറയണില്ല. ഞാൻ കുറച്ചേരെ ചൊറുക്ക വെച്ചിട്ടുള്ള ആശിക്കല്ലേ? ആശിക്കുന്നു വലുതാ പറയാ. ഞാൻ പെണ്ണിന് കല്യാണം ഉണ്ട്. അപ്പൊ ആരേനും ഓന്റെ കല്യാണത്തിനോണ് എന്താ ഓന്റെ കാരണോലോടോ കല്യാണം പറയില്ലല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുക. എന്താ ഞങ്ങൾ എന്താ കേൾക്കണം? മൂപ്പര് പണ്ടങ്ങൾക്ക് ഓർമ്മയില്ല ഞങ്ങൾ തെറ്റിയത് എന്താണ്? എവിടെയാ? എന്നാ ഉച്ചക്ക് ചോറിട്ട് വരണ്ടിട്ടോ. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയാ വരുന്നുണ്ട് ഉച്ചക്ക് കേട്ടോ? അത് 14 അപ്പൊ ചോറിന് പോവാ. ഇറങ്ങണം. ഞാൻ കുടിക്കാടിക്കാം കേട്ടോ. ഇരിക്കെ എന്നിട്ട് കഴിക്കാൻ ഭക്ഷണം പൊളിക്കാൻ നോക്ക്. വാസന കേട്ടിട്ടേ നല്ല ബിരിയാണി തോന്നുന്നു. എന്തായാലും ഒന്ന് വെട്ടുണ്ട്. നല്ലൊരു തട്ട് തട്ടല്ലേ കാക്ക. എന്താ വലിയ പരിപാടിയാ? അല്ല ചെറിയ പരിപാടിയാ. എന്താണ് വർത്താനം കേൾക്കണ്? അതിന്റെ ചങ്ങായിമാര എനിക്ക് തലക്ക് തീരെ ബുദ്ധിയില്ല. എന്താ ഓലാരാ? എന്റെ കൂട്ടുകാര് ഇവിടെ 4 ആള് കയറ്റി ഓലും കൊണ്ടുവരിക. അവൾക്ക് എന്താ കുഴപ്പം? ഓലൊക്കെ ഞാൻ മുൻകൂട്ടി അറിയുന്ന ആൾക്കാരാ. വെറും കച്ചിര ഓലൊക്കെ. പിന്നെ ചേച്ചി നന്നാകുക ഇത്ര ആൾക്കാരൊപ്പം നടന്നാല്. കാക്ക എന്റെ ചങ്ങമ്മല്ല പറയും കേൾക്കും. ഓല് കേട്ടോട്ടെ. എനിക്കെന്താ? എന്റെ വരിക്കല്ല എന്നെ വിളിച്ചു. അന്നല്ല അങ്ങോട്ട് വിളിച്ചു. എന്റെ വരിക്ക് 10 ആളും കൊണ്ടുവരാ പറഞ്ഞു എന്നോട്. ഉച്ചക്ക് ചോറുകൊണ്ട് വരേണ്ടി എന്നല്ല എന്നോട്. ഓല് കേട്ടോട്ടെ. എന്താ പോരാത്തൊന്നുമില്ല. മുത്ത നിക്കടാ. ഒരു മിനിറ്റ് നിക്ക്. നിക്കടാ മുത്ത നിക്കടാ. പ്രശ്നമല്ല. ഞങ്ങൾ വരാൻ പാടില്ല. ഞാനിവിടെ അപ്ലൈ പറഞ്ഞില്ലേ? ഞാൻ മൂപ്പര് അങ്ങനെ പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രശ്നമല്ല. നിങ്ങൾ അങ്ങനെ പോയാലോ അത് ശരിയാവൂല.
എന്താ എന്ത് പണി കെട്ടി നിങ്ങൾ കണ്ടില്ല ഓല് ഇറങ്ങിപ്പോയത്? ഓല് പോയിക്കോട്ടെ. ഓല് പോയിക്കോട്ടെ. ഓല് ആരാ നിങ്ങൾക്ക് അറിയോ? എന്റെ ചങ്ങായിമാരാണ്. നിങ്ങൾ പെരേക്ക് കയറുന്ന ഇങ്ങനെയാണ് പെരുമാറല്? ഞാൻ എന്നെ ഒറ്റക്കല്ലേ വിളിച്ചത്? കാക്ക 2 ചോറ് കൊടുത്ത് നിങ്ങൾക്ക് എന്തേലും മുടക്കുണ്ടോ? അയച്ചൊരു ആളെങ്ങട്ട് അവിടെ 2 ആളെ വരുന്നുള്ളൂ. അതിന് അന്നി കൂടി ഭാവിച്ചൊക്കെ ചോറ് വെച്ചാൽ വല്ലാത്ത സാധനം. ആളെ കൂട്ടി വരുന്നത് ആരും ഓർത്ത്? അതിന്റെ ചങ്ങായിമാരാ. ഞാൻ ചെറുപ്പം മുതൽ എന്റെ ഒപ്പം എനിക്കും ആളെ കണ്ണിന്റെ നേരത്തെ കണ്ടുകൂടാ. ഞാൻ കണ്ണിന് മേലൊരു കാര്യം ചെയ്യും. ഇന്ന് കണ്ണിന് നേരെ കാണും. എനിക്ക് അങ്ങനത്തെ അങ്ങനെ ഏട്ടനൊരു കൊണ്ടുപോകല്ലേ പോണം. ആ പോകുന്നതാണ്. ആ ഇറങ്ങന്നെയാണ്. ആ അടക്കന്നെയാണ്. പോയിക്കോളി. അതും പറഞ്ഞുകൊണ്ട് നിൽക്കുക. കാലിതേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ പോത്തിന് രക്തബന്ധം എന്നാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ അവിടെ കല്യാണം പറഞ്ഞിട്ടില്ല. ഞാൻ ബലെ പറഞ്ഞു തീർന്നിക്കണേരിക്കണ്. എന്താ ചെയ്യ പിന്നെ? സബീറെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. രക്തബന്ധം മുറിച്ചതുപോലെ സ്വർഗം കാണൂല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. കരുത ഞാൻ പോയി മുണ്ടാറ്റില്ല. ഞാൻ 2-3 പ്രാവശ്യം മൂപ്പരെ പോയി കണ്ടതാണ്. പട്ടിണ ആട്ടണമാരെ പോയി പിന്നെ ആട്ടണം. പിന്നെ ഞാൻ എന്താ കാട്ടുക? കുടുംബത്തില് സ്നേഹത്തില് വെക്കുന്നവരോട് മാത്രം ബന്ധം പുലർത്തുന്നതല്ല രക്തബന്ധം. നമ്മളെ കുടുംബത്തിലേ നമ്മളെ ഉമ്മാനോടും ഉപ്പാനോടും ജ്യേഷ്ഠന്മാരോടും അഞ്ചന്മാരോടും ഒക്കെ നമ്മൾ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിലേ നമ്മൾ അങ്ങോട്ടൊന്ന് പോയി സലാം പറഞ്ഞാണ്ടല്ലോ, ആ ഒരൊറ്റ സലാം കൊണ്ട് ഓലെ സ്നേഹം നമ്മളിലേക്ക് സ്പർശിക്കും. ഇതൊന്ന് പറഞ്ഞു നോക്കോണ്ടി. ഓല് വയസ്സിന് മൂത്തോലാണ്, എന്നാലും നമ്മൾ അങ്ങോട്ട് പോയി മുണ്ടണം. മനസ്സിലായെനിക്ക്? അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? മനസ്സിലായി. ആയിക്കോട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ മൂപ്പരെ പോയി കാണാം. ഞങ്ങൾ പോയിട്ട് വരാം. അതാണ് വേണ്ടിയത്. ഇങ്ങോട്ടുള്ള വാ, എന്നിട്ട് ആലോചിച്ച നമുക്ക് എന്റെ കല്യാണത്തിന് വരണോ വരണ്ടോ. പരിപാടി അങ്ങനെ പൂണ്ട് ഡെക്കറേഷനും ഇതൊക്കെ ആയിട്ട് ഞാൻ എന്റെ കല്യാണത്തിന്റെ ഡെക്കറേഷൻ എനിക്ക് തരുകൊണ്ട് പറയാൻ നോക്കുമ്പോഴാണ് അത് ശരിയാക്കി. ബാക്കി ആയിക്കോട്ടെ, ശരി ആശിക്ക കേട്ടോ. കാക്ക എത്ര കാലടാ കാക്ക ആ ബുളി ഒന്ന് കേൾക്കാൻ മടിക്കാം. കാക്ക അന്ന് പറഞ്ഞപ്പോ ഇവര് ചീത്ത നോക്കോ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അങ്ങ് മനസ്സിൽ വെക്കല്. കേറി ഇങ്ങോട്ട് കേറി വരി. കാക്ക പിന്നെ എന്റെ കുട്ടിന്റെ കല്യാണം തന്നെ പറയാൻ വന്നാ തന്നെ നമുക്ക് അടിപൊളിയാക്കണം. തന്നെ ഉഷാറാക്കും കേട്ടോ. വരികടാ. കേറി കേറി വെറുപ്പം കേട്ടോ. കേറി കേറി